നമുക്ക് ഒരു വലിയ ആരും അറിയാതെ പോകുന്ന ഒരു ബെനിഫിറ്റ് ഉണ്ട്. ടാക്സ് റെസിഡൻസി സർട്ടിഫിക്കറ്റ് എന്ന് പറയും. നമ്മുടെ ഇന്ത്യ രാജ്യം മറ്റുള്ള കൺട്രീസുമായിട്ട് ഡബിൾ ടാക്സേഷൻ അവോയ്ഡൻസ് എഗ്രിമെന്റ് എന്ന് പറഞ്ഞ എഗ്രിമെന്റ് എക്സിക്യൂട്ട് ചെയ്യും. എവിടെയാണോ ലോവർ ടാക്സ് അത് അടച്ചാൽ അതിൽ എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്ന ഇപ്പോൾ നമ്മളൊക്കെ കൺസൾട്ട് ചെയ്യുന്ന നമ്മളൊക്കെ അഡ്വൈസ് ചെയ്യാറുണ്ട്. നിങ്ങൾ യു എയിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ദുബായിലുള്ളൊരു NRI ഇന്ത്യയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യും. യു എ നിന്ന് ഒരു NRI ഇന്ത്യയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. ഞാൻ അദ്ദേഹത്തോട് പറയും നിങ്ങൾ അവിടെ TRC എടുക്കണം. അങ്ങനെ എടുക്കുകയാണെങ്കിൽ നോർമൽ NRIക്ക് ഒരു ഇൻകം ഇവിടുന്ന് ഒരു ഇൻട്രസ്റ്റ് ഇൻകമാണ് കിട്ടുന്നത്. ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് ഇൻട്രസ്റ്റ് ഇൻകമാണ് കിട്ടുന്നത്. ലൈക്ക് കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അൺസെക്യൂർഡ് ലോൺ ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം, ഡിബഞ്ചറായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം. ഇങ്ങനെയൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് അതിന് പ്രോഫിറ്റ് ഷെയർ ചെയ്യുന്നത് ഇൻട്രസ്റ്റ് എന്ന് പറയും. ആ ഇൻട്രസ്റ്റിന്റെ ഷെയറിങ് വരുമ്പോൾ നോർമലി TDS റേറ്റ് 30% കട്ട് ചെയ്യും. TRC ഉള്ളൊരു വ്യക്തിക്കാണെങ്കിൽ അത് 12.5 മതി. 1. 2 ഡിവിഡൻഡ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്ത പ്രോഫിറ്റ് ആണ് കിട്ടുന്നത്. നോർമലി ഇന്ത്യയിലുള്ള ഒരു റെസിഡൻറ്റും TRC ഒരു NRIയും ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ കമ്പയർ ചെയ്യുമ്പോൾ ഇന്ത്യയിൽ അദ്ദേഹത്തിന് ഡിവിഡൻഡ് കിട്ടിക്കഴിഞ്ഞാൽ ഡിവിഡൻഡ് ഇൻഡിവിജ്വൽ സ്ലാബിൽ ടാക്സബിൾ ആണ്. 30% ഒരു വ്യക്തിയാണെങ്കിൽ അദ്ദേഹം 30 കൊടുക്കണം. അതേസമയം ഈ വ്യക്തി തന്നെ NRI ആയി അവിടെ TRC എടുത്താൽ 10% കൊടുത്താൽ മതി.